മോശം സിനിമ. എങ്ങനെയുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ വ്യൂവിൽ കണ്ടതേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും ബോറടിക്കാതെ കാണാൻ പറ്റും എന്നുള്ളൊരു 100% ഉറപ്പ് കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലുണ്ട്. ത്രില്ലർ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ത്രില്ലടിപ്പിച്ച് നമ്മളങ്ങ് ഇരിക്കില്ലെങ്കിലും പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു രസമുണ്ടാവും. പടം സൂപ്പറാണ്. നമ്മളെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു വിജയമാണ്. നല്ലൊരു പടം, നല്ല ക്വാളിറ്റി, കഥയെല്ലാം അടിപൊളിയാണ്. ട്വിസ്റ്റുകളൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. കഥ അടിപൊളിയാണ്, എന്തായാലും കണ്ടിരിക്കണം. അടിപൊളിയാണ്. പടം കാണേണ്ടതാണ്. കാരണം ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു പടം ചെറിയൊരു സെറ്റപ്പിലാണ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്, മ്യൂസിക് സൂപ്പറാണ്, എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ കുരുക്കം എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളൂ, പക്ഷേ റിവ്യൂവിന് പോയിട്ടില്ല. അപ്പൊ ഞാനും ഇപ്പോഴാണ് പടം പൂർണ്ണമായിട്ട് കാണുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പടം ആയതുകൊണ്ട് തന്നെ ഇത് പടം കണ്ടിറങ്ങുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഈ പടം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം കുഞ്ഞു പടമാണല്ലോ പക്ഷെ നല്ല കഥയാണ്, നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുരുക്കെന്നാണ് പടത്തിന്റെ പേര്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും ബോറടിക്കാതെ കാണാൻ പറ്റും എന്നുള്ളൊരു 100% ഉറപ്പ് കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ എല്ലാവരും കാണണം. ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ട് ഇങ്ങനെ കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കണ്ട് ഇഷ്ടപ്പെട്ടവരും കാണണം. ഇതെല്ലാം പടമാണ്. ബാക്കി നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടുപോകണം. എല്ലാവരെയും അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന്, പുതിയ ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു പടമാണ്. സോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം. താങ്ക് യു. ഇതന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റ് ആണ്, ഫിലിം മേക്കേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റ് ബേസ്ഡ് വാല്യൂ ഇല്ലാന്ന് പറഞ്ഞ കുറെ പടങ്ങൾ അങ്ങനെ ആരും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്, ഒരു ക്രൈം സീൻ ത്രില്ലർ ആണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി എൻഡ് ക്ലൈമാക്സ് ഒക്കെയാണ്. നല്ലൊരു ത്രില്ലർ ആണ്. മാക്സിമം എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഒരു പുതുമുഖ സംവിധായകനും ഒരുപാട് പുതുമുഖങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ അവര് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവര് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു എൻഡിങ് ആണ്. സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ത്രില്ലടിപ്പിച്ച് നമ്മളങ്ങ് ഇരിക്കില്ലെങ്കിലും പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു രസമുണ്ടാവും. എല്ലാവരുടെ പെർഫോമൻസ് കുറേ സീരിയൽ താരങ്ങളുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെ കുറേ സീരിയൽ താരങ്ങളുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് പുതുമുഖങ്ങളാണ്. അതിൽ അഭിനേതാക്കൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 90% ആൾക്കാരും കൂടെ സിനിമ കാണാൻ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് കാണുമ്പോൾ വേറൊരു രസം. പിന്നെ അവരെയൊക്കെ ഓരോ സീനൊക്കെ വരുമ്പോൾ അവരുടെ കൈയടിയും അവരുടെ ആ ഒരു ആവേശവും അല്ല പറയുമ്പോൾ അവർക്ക് ഇനി ചാൻസുകൾ കിട്ടട്ടെ. നന്നായിട്ട് ചെയ്തു. പേഴ്സണലി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗ് അങ്ങനെ തോന്നുന്നില്ല. ത്രില്ലർ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ലാഗില്ലായിരിക്കും. കണ്ടോണ്ടിരിക്കാൻ കുഴപ്പമില്ല. ഡയറക്ഷൻ സൂപ്പർ. കുഴപ്പമില്ല. മോശം സിനിമ. എങ്ങനെയുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ വ്യൂവിൽ കണ്ടതേ എനിക്ക് പറയാനുള്ളൂ. മോശം, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു പുതിയൊരു സംവിധായകൻ ഉണ്ടായതിൽ വളരെ സന്തോഷം. മലയാള സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു ക്യാമറ വർക്ക്, കുറച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഡയറക്ടർ കഴിഞ്ഞു. എന്തായാലും പുതുമുഖങ്ങളെ വെച്ചിട്ട് പടം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും പടത്തിൽ കാണാനില്ല. ഈ പടം നിറഞ്ഞു കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിരിക്കട്ടെ. എല്ലാ വിജയാശംസകളും. കൊള്ളാം, നല്ല പടം. പടം കൊള്ളാം, നല്ല പടം. പടം നല്ല സൗണ്ട്, കണ്ടോണ്ടിരിക്കാൻ സൗണ്ട്. അവസാനം വരെ നല്ല ത്രില്ലായിട്ടുണ്ട്. ഇത് പറഞ്ഞ കേസന്വേഷണം തന്നെ. അവസാനം വരെ എന്താണെന്നുള്ളത് ആളുടെ പിടിച്ചിട്ട്